ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി മലനാടൻ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മലബാർ സൈഡിലൊക്കെ ഉണ്ടാക്കാറുള്ള ഒരു പാൽ പൊറോട്ടയാണ്. നിങ്ങൾ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എന്നാൽ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു 2 കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പശുവിൻ നെയ്യാണ് വേണ്ടത്. ഇതിലേക്ക് നമുക്ക് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓയിൽ ഉപയോഗിക്കുമ്പോൾ വെജിറ്റബിൾ ഓയിൽ ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മുട്ട ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഇത് കുഴയ്ക്കാനായിട്ട് നമ്മൾ പാലാണ് ഉപയോഗിക്കുന്നത്. ഇതിനായിട്ട് നമ്മൾ പാലെടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള പാലെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുക്കരുത്. ഇതിൽ ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല. ഇതിപ്പം ഞാൻ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി നമുക്ക് ഈ മാവ് രണ്ടായിട്ടൊന്ന് മുറിച്ചെടുക്കാം. ഇതിന് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം. ഇനി ഈ മാവ് കൗണ്ടർ ടോപ്പിലിട്ടൊന്ന് പരത്തിയെടുക്കാം. അതിനായിട്ട് കുറച്ച് മൈദ നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കാം. ഇത് വളരെ തിന്നായിട്ട് വേണം പരത്താനായിട്ട്. ഇനി നമുക്ക് ഇതിന്റെ മുകളിലേക്ക് കുറച്ച് നെയ്യ് തടവി കൊടുക്കാം. നെയ്യ് ഇഷ്ടമില്ലാത്തവര് വെജിറ്റബിൾ ഓയിൽ ആയാലും ഉപയോഗിച്ചാൽ മതി. ഇനി നമുക്ക് ഇതൊന്ന് ഉരുട്ടിയെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് റോളായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതൊന്ന് 4ആയിട്ട് കട്ട് ചെയ്യുവാണ്. ഇതിനി നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഈ ബാക്കി വന്ന മാവും നമുക്ക് അതുപോലെ തന്നെ ചെയ്തെടുക്കാം.
ഇത് ഞാൻ ഒരു 8 പീസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഇതിപ്പം ഞാൻ പരത്തി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും പരത്തിയെടുക്കാം. ഇനി നമുക്ക് പരത്തി വെച്ചിരിക്കുന്ന ഈ പൊറോട്ട വേവിച്ചെടുക്കാം. അതിനായിട്ട് ഞാനൊരു തവ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് 2-3 പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ട് വേവിച്ചെടുക്കാം. ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നെയ്യ് ഒന്ന് പരട്ടി കൊടുക്കാം. ഓയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പാൽ പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റ് ആണ്. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ഇനി നല്ലൊരു റെസിപ്പിയുമായിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക് യു.